കേരളം കാത്തിരിക്കുന്ന വലിയ ചോദ്യം ആരടുത്ത മുഖ്യമന്ത്രി എന്നല്ല, ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതാണ്, അല്ലേ? എല്ലാവരും ഈ ഒരു ചോദ്യമാണ് കാരണം ചോദിക്കുന്നത്. ആര് ഭരിക്കുമെന്നതിനേക്കാൾ കൂടുതൽ ബി ജെ പിക്ക് എത്ര കിട്ടും, ബി ജെ പിക്ക് എത്ര കിട്ടും. അത് കമ്മികളുണ്ട്, കൊങ്ങികളുണ്ട്, സുഡാപ്പികളുണ്ട്. ബി ജെ പി വിരുദ്ധ മാധ്യമങ്ങൾക്ക് ഉറക്കമില്ല എത്ര കിട്ടും എന്നുള്ളത്. ഇതൊരു വലിയ ചോദ്യമാണ്. അതായത് കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നത് എന്ന സംശയം രാജമൗലിയെ കണ്ടപ്പോൾ നരേന്ദ്രമോദി ചോദിച്ചു. അതുപോലത്തെ ചോദ്യമാണ്. മെയ് 4 വരെ ഇങ്ങനെ ഒരു രക്ഷ, എരിപൊരി സഞ്ചാരമാണ് പലർക്കും. ബി ജെ പിക്ക് എത്ര കിട്ടും? പക്ഷെ എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് ഏറ്റവും കുറഞ്ഞത് 19 സീറ്റ് കിട്ടിയാലും അത്ഭുതമില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചില പ്രേക്ഷകരിലുള്ള ഈ പറഞ്ഞ നേരത്തെ പേര് പറഞ്ഞ കൂട്ടർ പറയും ഇവന് ഭ്രാന്താണ്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇവൻ കള്ളത്തരം പറയുന്നു. ചുമ്മാ പറയുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് ഡാറ്റ വെച്ചിട്ടാണ്. ഈ ഡാറ്റയുടെ കാര്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും. അതായത് കേരളത്തിലെ വോട്ടർമാരുടെ കണക്കൊന്നറിയണം. SIR ശേഷം എത്ര കുറവ് വന്നെന്നറിയണം. എത്ര SIR ശേഷം എത്ര വോട്ടർമാരുണ്ട്, അതിൻ്റെ 80% എത്രയാണ് പോൾ ചെയ്തതെന്നറിയാം. 80% പോൾ ചെയ്ത വോട്ടുകൾ. അപ്പോൾ ഞാൻ ആ കണക്ക് പറയാം. ആ കണക്ക് പറഞ്ഞിട്ട് ഞാൻ ഈ ഡാറ്റ പറയുമ്പോൾ ചുമ്മാ തള്ളാണെന്ന് പറഞ്ഞവർക്ക് മിണ്ടാട്ടം ഉണ്ടാവില്ല. കണക്കെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴി വോട്ട് ചെയ്യുന്നവരുടെ വോട്ടുള്ളവരുടെ എണ്ണം 2,16,43,942. പോസ്റ്റൽ ബാലറ്റ് 3,68,193 എന്ന് പറഞ്ഞാൽ 2,16,66,119 പോസ്റ്റൽ ആൻഡ് ബാലറ്റ് വോട്ടർമാർ കേരളത്തിലുണ്ട്. 2,66,66,119. അതായത് ഒരു മണ്ഡലത്തിൽ 100 ഡിവൈഡർ ബൈ 140. അതായത് ഒരു മണ്ഡലത്തിൽ ശരാശരി 1,54,757.99 നമുക്ക് 10 കൂട്ടാം. 1,54,758 വോട്ടർമാരാണ് ഉള്ളത്. അല്ല, 1,54,758 വോട്ടർമാർ ഓരോ മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ 80% വോട്ട് ചെയ്തത്. 20% വോട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ 80% എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിൽ 1,23,806. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആകെ വോട്ട് എത്രയെന്ന് പറഞ്ഞു. അതിൽ ഒരു മണ്ഡലം 140 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് പറഞ്ഞു. അതിൽ പോൾ ചെയ്തിരിക്കുന്ന 80% പറഞ്ഞു. 80% എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ ശരാശരി 1,23,808 വോട്ടർമാരാണ്. ഓക്കെ, അത് 3 മുന്നണി മത്സരിക്കുന്നു. 3 ഡിവൈഡ് ചെയ്തു. 3 ഈക്വലായിട്ട് പോകത്തില്ല. എന്നാൽ പോലും അതായത് 3-1 എടുത്താൽ 42,000 വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. ക്ലിയർ? ശരിയല്ലേ? 1,23,806 വോട്ടർമാരുണ്ട്. 3 മുന്നണികളുണ്ട്. 3 വിഭജിച്ചാൽ 42,000 വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി ജയിക്കും. അല്ലേ? കൃത്യമായ കണക്കാണ്. ഇനി പറയേണ്ടത് നമ്മുടെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുക്കണം. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ശരിയാണ്, രാഷ്ട്രീയം നോക്കാതെയും വോട്ട് ചെയ്യും. പക്ഷെ മജോറിറ്റി വോട്ടുകളും രാഷ്ട്രീയ വോട്ടുകളാണ്. ഒരു 95% വോട്ടുകളും പാർട്ടിക്ക് ചെയ്യുന്ന വോട്ടുകളാണ്. കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ കക്ഷികളുടെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷെ കേരളത്തിൽ പക്ക രാഷ്ട്രീയ ഇലക്ഷനാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. ഇനി ഈ കണക്കെടുത്ത് വെക്കുമ്പോൾ സാർ, ഒരു അത്ഭുതകരമായ കണക്ക് ഞാൻ പറയാം. കേരളത്തിലെ 6 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് 40,000 കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. 42,000 വോട്ട് കിട്ടിയാൽ 41,000 വോട്ട് കിട്ടിയാൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കും. ചെങ്ങന്നൂര്, ഞാൻ ഏറ്റവും ആളുകൾ അഗണ്യ കൂടി തള്ളിയിട്ടിരിക്കുന്ന ഒരു മണ്ഡലം പറയാം. ചെങ്ങന്നൂര് 41,674 വോട്ട് ബി ജെ പിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടി. ഈ കണക്ക് വെച്ചിട്ട് അത്രയും വോട്ടുകൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കിട്ടിയ വോട്ട് പിടിച്ചാൽ ചെങ്ങന്നൂർ ജയിക്കും. മലമ്പുഴ 45,530 വോട്ടുകൾ പഞ്ചായത്ത് ഇലക്ഷൻ കിട്ടി. അത് 41,000 വോട്ട് കിട്ടുന്ന ആളുകൾ ജയിക്കും. നമ്മുടെ ഈ കണക്ക് വെച്ച് SIR വന്നതിന്റെ മാറ്റമാണ്. കൃഷ്ണകുമാർ ജയിക്കുന്നിടത്ത്. കാസർഗോഡ് 44,192 വോട്ടുകൾ ലോക്കൽ ബോഡി ഇലക്ഷൻ ബി ജെ പി കിട്ടി. മഞ്ചേശ്വരം, K. സുരേന്ദ്രന്റെ മഞ്ചേശ്വരം, ഇത്തവണ ആദ്യം ബി ജെ പി ജയിക്കാൻ പോകുന്ന മഞ്ചേശ്വരം. ഞാൻ ഉറപ്പിച്ചു പറയും,
കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളിൽ ജയിച്ചു എന്ന് ആദ്യം പറയാൻ പോകുന്ന പേര് കെ സുരേന്ദ്രൻ്റെയാണ്. അവിടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 47,071 വോട്ടുകൾ BJP പിടിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ട് പിടിച്ചു കിട്ടുന്ന അതിനേക്കാൾ തീവ്രമായ പ്രചാരണം നടക്കുമല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 41,268 വോട്ടുകൾ ശരാശരി കിട്ടിയാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാം. ഇനി തീർന്നില്ല, നിയമം രാജീവ് ചന്ദ്രശേഖരന്റെ നിയമം 49,867 വോട്ടുകൾ BJP പഞ്ചായത്ത് ഇലക്ഷൻ പിടിച്ചു. അതിൽ 7,000 വോട്ട് പോയാലും 41,000 വോട്ട് കിട്ടിയാൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അത് മലമ്പുഴയിൽ അങ്ങനെയാണ്. 45,000 പിടിച്ചിട്ടുണ്ട്. അതിലൊരു 3,000 പോയാലും ജയിക്കും. കാസർഗോഡ് ഒരു 3,000 പോയാലും ജയിക്കും. മലമ്പുഴ മഞ്ചേശ്വരം 47,071 വോട്ടുകളിൽ 3,000 നഷ്ടപ്പെട്ടാലും. അതിൽ ഒരേ ഒരു സംശയം എനിക്കുള്ളത്, ഈ മഞ്ചേശ്വരത്ത് CPM-ഉം കോൺഗ്രസ് ഒരുമിച്ചല്ലേ മത്സരിച്ചിരുന്നത്? കാരണം SDPI പക്ഷെ അത് ഒരുപാട് കളി അവിടെ നടന്നുണ്ട്. പക്ഷെ അവിടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളുണ്ട് സാർ. ചാർട്ടേഡ് ഫ്ലൈറ്റ് വന്നില്ല ഇത്തവണ. പക്ഷെ അത് എത്ര വോട്ട്? അത് സുരേന്ദ്രൻ ജയിക്കുന്ന 745 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രന്റെ UDF തോൽപ്പിച്ചത്. 3 ഫ്ലൈറ്റ് വന്നില്ലെന്ന് കൂട്ടിയാൽ മതി. ഈ ഫ്ലൈറ്റ് വന്നാൽ പോലും ഈ 47,701 വോട്ടുകൾ 47,071 വോട്ടുകൾ ലോക്കൽ ബോഡി ഇലക്ഷന് BJP പിടിച്ചിട്ടുണ്ട്. ഇനി തീർന്നില്ല, കാട്ടാക്കട 46,372 വോട്ടുകളുണ്ട്. 2,000 വോട്ട് പോട്ടെ, BJP ജയിക്കില്ലേ? ഇനിയുള്ളത് കഴക്കൂട്ടം 40,582 വോട്ടുകളുണ്ട്. കഴക്കൂട്ടത്ത് മത്സരം ടൈറ്റായി വലിയ സ്ഥാനാർത്ഥികൾ വന്ന സ്ഥിതിക്ക് 1,000 വോട്ട് കൂടുതൽ പിടിക്കാൻ സാധ്യതയില്ലേ? പിന്നെ തീർച്ചയായിട്ടും മുരളീധരനല്ലേ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത്? അതെ, ബി മുരളീധരൻ. അപ്പൊ ഉറപ്പായിട്ട് 40,582 എന്നുള്ളത് ഒരു 3,000 4,000 ഒക്കെ ആയിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആൾക്കാർ കടകംപള്ളിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവോ? ആ പൂജാരിയെ ആത്മഹത്യ ചെയ്ത സംഭവം കൂടെ വന്നപ്പോൾ. അപ്പോൾ ഇത് 6 മണ്ഡലങ്ങൾ ഉറപ്പാണ് സാർ. അതിൻ്റെ കൂടെ ഇത് കണക്കാണ്, വെറുതെ സ്പെക്കുലേഷൻ അല്ല. മുൻപത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക. ഇനി തിരിച്ചു നോക്കൂ. ഇനി പട്ടിയൂർക്കാവിൽ 38,228 വോട്ടുകളെ ലോക്കൽ ബോഡി ഇലക്ഷന് കിട്ടിയിട്ടുള്ളൂ. അതൊന്ന് അഞ്ഞു പിടിച്ച് അവിടെ നന്നായിട്ട് ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 6+1 7 സീറ്റുകൾ തിരുവനന്തപുരത്ത് കിട്ടാം. അതിൽ ഏറ്റവും ഗ്രാഫ് താഴെ നിൽക്കുന്നത്, അതായത് 40,000-ന് മുകളിൽ നിന്നുള്ള ഫിഗറിൽ എത്താത്തത് പട്ടിയൂർക്കാവ് മാത്രമേ ഉള്ളൂ. അപ്പം 7 അല്ലെങ്കിൽ 6 തിരുവനന്തപുരത്ത് BJP നേടാം. സുനിൽ, വട്ടിയൂർക്കാവിൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ തിരുവനന്തപുരത്തുള്ള പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത് വട്ടിയൂർക്കാവിൽ BJP വളരെ സ്ട്രോങ് ആണ്. അതെ, അവർ ഇതുവരെ അവർക്ക് എന്താ പറയുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തോ പറ്റിയ കാൻഡിഡേറ്റിനെ ആയിരിക്കാം. ലോക്കൽ ബോഡി ഇലക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതുവരെ കേരളം പറയാത്ത മണ്ഡലങ്ങളാണ് ചെങ്ങന്നൂർ, മലമ്പുഴ, കാസർഗോഡ്. BJP തോറ്റുപോയാൽ അതീവ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട മണ്ഡലങ്ങളാണ്. തോക്കാൻ സാധ്യതയില്ല. 41,000 വോട്ടും 45,000 വോട്ടും 44,000 വോട്ടും BJP തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിലും കാസർഗോഡും ചെങ്ങന്നൂരും നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഫിഗർ വെച്ച് ചർച്ച ചെയ്യാത്തത്? ഇനി തീർന്നില്ല സാർ. ഇനി തൊട്ടടുത്ത് താഴെ നിൽക്കുന്ന മണ്ഡലങ്ങൾ നോക്കൂ. മാവേലിക്കര 38,447 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. പുതുക്കാട് തൃശ്ശൂർ ജില്ലയിൽ 38,598 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. പാലക്കാട് 32,003 വോട്ടുകളാണ് ലോക്കൽ ബോഡി കിട്ടിയത്. അവിടെ ശോഭാ സുരേന്ദ്രനാണ്. ഏറ്റവും മോശം മണ്ഡലത്തിൽ പോലും ശോഭ പോയിന്ന ഒരു 25,000 വോട്ട് എക്സ്ട്രാ കൂടുതൽ കിട്ടും. അപ്പൊ ഈ 38,000-ന്റെ കൂടെ ശോഭാ പ്രതിഭാസം കൂടെ ചേർന്നാൽ പാലക്കാട് ഈസി ആയിട്ട് ജയിച്ചു പോരും. കാരണം ഈ 38,000 വോട്ടല്ലേ അവിടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ BJP കിട്ടിയുള്ളെന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം സ്ഥാനാർത്ഥി സുനാമിയാണ്. നമ്മൾ ആറ്റിങ്ങൽ കണ്ടു, ആലപ്പുഴയെ കണ്ടു, എവിടെയും കണ്ടിട്ടുണ്ട്. ഇനി തീർന്നില്ല സാർ, ഇനിയും തീർന്നില്ല, അത്ഭുതങ്ങൾ തീരുന്നില്ല. ഇനി ഞാൻ ഈ കണക്ക് പരിശോധിച്ചു. ചിറയൻകീഴ് 35,631 വോട്ടുകൾ ലോക്കൽ ബോഡി ഇലക്ഷൻ പിടിച്ചിട്ടുണ്ട്. 41 കിട്ടിയാൽ ജയിക്കും, 6,000 വോട്ട് പിടിച്ചാൽ. തിരുവനന്തപുരം 35,821 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അവിടെ സ്ഥാനാർത്ഥി ആരാണ്? കരമന ജയനാണ്. തിരുവനന്തപുരത്തിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന സകല
പുൽക്കൊടിയെ പോലും അറിയാവുന്ന കരമന ജയനാണ്. ഒരു 5000 വോട്ട് പിടിക്കാൻ കഴിയില്ലേ? ഈസി ആയിട്ട്. ചാത്തന്നൂര് ഫോർഗോൺ കൺക്ലൂഷൻ. അതാണ്. ചാത്തന്നൂര് ഗോപകുമാർ തന്നെ ജയിക്കുന്നു. 36,212 വോട്ടുകൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഗോപകുമാറിന്റെ സ്വന്തം വോട്ടുകൾ, SNDP യൂണിയന്റെ നേതാവെന്നുള്ള ആ തരത്തിലുള്ള സമുദായ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരിക്കൽ കൂടി ഉണ്ടായാൽ ചാത്തന്നൂർ ജയിച്ചു പോരും. ഇനി കൊട്ടാരക്കരയിൽ 36,212 വോട്ടുകൾ BJPക്ക് കിട്ടി. 5000 വോട്ട് എക്സ്ട്രാ പിടിക്കാൻ പറ്റിയ ജയിക്കാം. ഇനി നാട്ടികയിൽ 36,202 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. CC മുകുന്ദൻ. ഇനി മുൻ MLA ആണ്. മുകുന്ദന്റെ CPL നിന്നുള്ള ഇടതുപക്ഷത്ത് പിടിക്കാവുന്ന വോട്ടുകൾ ചേർന്ന 5000 വോട്ട് പിടിച്ചാൽ CC മുകുന്ദൻ ജയിച്ചു വരും. ഇനി മണലൂർ 36,840 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി കൊടുങ്ങല്ലൂർ 35,999 വോട്ടുകളുണ്ട്. ഇനി മറ്റൊരു മണ്ഡലം അത്ഭുതപ്പെടുത്തിയൊരു മണ്ഡലം പറയട്ടെ, ഒറ്റപ്പാലത്ത് 36,579 വോട്ടുകൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് 37,000 വോട്ടുകൾ. 4,000 വോട്ട് കൂടെ കിട്ടിയാൽ ജയിക്കും. അപ്പോൾ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 19 സീറ്റുകൾ ജയിക്കാവുന്ന കാലാവസ്ഥ BJPക്കുണ്ട്. ഇത് വെറുതെ സ്പെക്കുലേഷൻ അല്ല, ഇത് കൺസർവേറ്റീവ് കാൽക്കുലേഷൻ ആണ്. ഞാൻ SIRൽ കുറഞ്ഞ വോട്ടുകളും കൂടെ എടുത്ത് കമ്പയർ ചെയ്ത് ഞാൻ കുത്തി ചെയ്തുണ്ടാക്കിയ ഒരു കണക്കാണ്. കാരണം എന്നോട് ചോദിക്കുന്നത് അല്ലെ എത്ര കിട്ടും എന്ന് പറയുമ്പോൾ കിട്ടും, കൊട്ട നിറച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ പോലും എങ്ങനെ കിട്ടാം എന്ന് പറയണ്ടേ, ആധികാരികമായി ഡാറ്റ വെച്ച് സംസാരിക്കണം. അപ്പോൾ 6 സീറ്റുകൾ ഉറപ്പ്, അത് 11ഉം 8ഉം കൂടെ ചേർന്ന് 24 സീറ്റുകൾ വരെ എത്താം. 19 സീറ്റുകൾ അസാധ്യമായ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫിഗറില്ലേ, 2 ഡിജിറ്റ് അല്ല 20 പ്ലസിലേക്ക് BJPക്ക് നീങ്ങിക്കൊണ്ടു പോകാവുന്ന ഒരു കാലാവസ്ഥയുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ ഒരു ഡിസ്ക്ലൈമർ പറയും. അത് എനിക്ക് BJPയുടെ സംസ്ഥാന നേതൃത്വത്തോട് പറയാനുള്ളതാണ്. കേരളത്തിലെ BJPയുടെ സംഘടനാ മെഷീൻ പോരാ. ബൂത്ത് ഏജന്റുമാരില്ലായിരുന്നു. ബൂത്തിൽ എനിക്കറിയാം, ഞാൻ പല മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച ആളാണ്. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന, വോട്ടർ സ്ലിപ്പ് കൊടുക്കൽ, ഇതിനൊന്നും കഴിയാത്ത ബൂത്തുകളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബൂത്തിൽ നിന്ന് ലിസ്റ്റ് വരും, വോട്ട് ചെയ്യുന്നവരുടെ വരാത്തവരെ നോക്കുക, അവരെ ഓടിപ്പോയി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വോട്ട് ചെയ്യിക്കുക, ഇങ്ങനൊരു കാര്യമുണ്ട്. അതിൽ BJP പലയിടത്തും ഈ തെരഞ്ഞെടുപ്പിലും നിർഭാഗ്യവശാൽ പിന്നിലായിരുന്നു. ആ സംഘടനാ മെഷീനറി നന്നാക്കിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷവും BJPയുടെ സംഘടനാ മെഷീനറി നന്നായിട്ടില്ല. BJPക്ക് പിന്നെ വോട്ടുകൾ കിട്ടുന്നത് ചെയ്ത പണിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പേരിന് കിട്ടുന്ന വോട്ട്. രണ്ടാമത്, കേരളത്തിലെ ഹിന്ദു സംഘടനകൾ, അവർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ അപകടം, കേരളത്തിലെ ഹിന്ദു സമാജത്തിനുണ്ടാകാൻ പോകുന്ന വലിയ ആപത്തിനെ മുന്നിൽ കണ്ട് രക്ഷിക്കാൻ BJP മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു കൊടുത്ത വോട്ടുകൾ, ഇതാണ് കിട്ടുന്നത്. പക്ഷേ BJPയുടെ സംഘടനാ മെഷീനറി നന്നാക്കിയെടുക്കുക, എല്ലായിടത്തും ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ, കണക്കുകൾ പറയുന്നത് BJPക്ക് ഇത് കിട്ടുമെന്നായിരുന്നു. അത് വാങ്ങിച്ചെടുക്കാൻ BJPക്ക് കഴിയുന്നില്ലെങ്കിൽ BJPയുടെ മാത്രം കുഴപ്പമാണ്. ആ സംഘടനയ്ക്കകത്ത് ഒരുപാട് തിരുത്തലുകൾ, ഒരുപാട് നന്നാക്കലുകൾ, ഒരുപാട് പോരായ്മ പരിഹരിക്കൽ ബാക്കി നിൽക്കുന്നുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കണം എന്ന് നമുക്ക് അവരോട് പറഞ്ഞു. അത് സുനിൽ, ഈ അമിത്ഷാ BJPയുടെ അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പൊതു യോഗം അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു തമിഴ്നാട്. അദ്ദേഹം അന്ന് പ്രസംഗിച്ച ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞത് BJPക്ക് തമിഴ്നാട് നിയമസഭയിൽ വളരെ ഈസി ആയിട്ട് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും, പ്രൊവൈഡഡ് നിങ്ങൾ എല്ലാ ബൂത്തുകളിലും 100 പേരെയെങ്കിലും വെച്ച് വർക്ക് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ മിനിമം ഒരു ബൂത്തിൽ 100 പേര് വേണം. ആ 100 പേർക്കും ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പേരുള്ള ആൾക്കാരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കണം. വാർഡ് ലെവലിൽ നിങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്ത് കൗൺസിൽ ലെവലിൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കണം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ 4 or 5 തവണ അവരെ കണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സ്ഥാനാർത്ഥിയുടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, പാർട്ടിയുടെ നയം, പാർട്ടിയുടെ പോളിസി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് 1 മാസമെങ്കിലും മുമ്പ് തന്നെ ഈ 100 പേരും ദിവസവും
കൂടിക്കാഴ്ച നടത്തണം, ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ശരിയാണ്. ഞാനിപ്പോൾ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് നമ്മുടെ കെ സുരേന്ദ്രൻ ചുമതല ഏറ്റെടുത്തതിന് തൊട്ടടുത്ത ആഴ്ച, ഒരാഴ്ചക്കുള്ളിൽ ഒരു ദിവസം സുരേന്ദ്രൻ എറണാകുളത്ത് വന്നു. എറണാകുളത്തെ BTH ഹോട്ടലിരുന്ന് സുരേന്ദ്രനും ഞാനും കൂടെ ദോശ കഴിക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ ഈ അടിസ്ഥാന തട്ടിൽ ആദ്യം വോട്ടർ പട്ടികയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭഗവത്ഗീതയോ ബൈബിളോ ഒക്കെ ഉള്ളത്. വോട്ടർ പട്ടിക നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമ്മുടെ ആളുകളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണം, വെട്ടിപ്പോകുന്നതിൽ ഉറപ്പുവരുത്തണം, കള്ളവോട്ടുകൾ ഇപ്പോൾ SIR ഒക്കെ വരുന്നതിന് മുമ്പാണ്. അതൊക്കെ അതിലുള്ള ഒരു പദ്ധതി BJPയുടെ പുതിയ നേതൃത്വം മുന്നോട്ട് വെക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു, അത് തന്നെയാണ് എൻ്റെ പ്രൈം ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം അത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അന്ന് വളരെ നാമമാത്രമായിരുന്നു BJPയുടെ ബൂത്ത് കമ്മിറ്റികളെങ്കിൽ അതൊരു ഏതാണ്ടൊരു 50% അടുത്തേക്ക്, 50% ആയിട്ടില്ല, അതിനൊക്കെ അടുത്തേക്കുള്ള ഒരു ഫിഗറിൽ എത്തിക്കാൻ സുരേന്ദ്രൻ്റെ കാലത്തിന് കഴിഞ്ഞു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹം വന്നു, വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് വന്നു. ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നതേ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്കാണ്. അപ്പോൾ ഇനിയുള്ള സമയത്ത് ഇനി 3 വർഷം കഴിയുമ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരും, ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമെന്ന് ഞാൻ കരുതുന്നു. കാരണം 1 നേഷൻ 1 ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ കേരളം ആര് ഭരിച്ചാലും 3 വർഷത്തേക്ക് ഒരുപക്ഷെ ഈ നിയമസഭ ഉണ്ടാകത്തുള്ളൂ. 3 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമെങ്കിൽ അതിനുള്ള പണി ഇപ്പോഴേ തുടങ്ങണം. പുതിയ തരത്തിലുള്ള ഒരു സമീപനം, വോട്ട് താഴത്താണ് വരേണ്ടത്, മുകളിൽ നിന്നല്ല. പ്രചരണം കൊണ്ടൊന്നും കാര്യമില്ല. അടിസ്ഥാന പ്രവർത്തനം ബൂത്തിൽ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് BJP നേതൃത്വം തിരിച്ചറിയണമെന്നൊരു അഭ്യർത്ഥന കേരളത്തിലെ അവരെ സ്നേഹിക്കുന്ന, അവർക്ക് വോട്ട് ചെയ്യാൻ, അവർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പേരിൽ നമുക്ക് അവരോട് പറയാം. സുനിലിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് BJP വിൽ ഡിസൈഡ്. ഈ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ ആര് ഭരിക്കണമെന്ന് BJP. ഡിസ്ക്ലെയിമർ ഞാൻ പറഞ്ഞു, ഇത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അതിനുള്ള പണി ഗ്രൗണ്ട് ലെവലിൽ നടന്നിട്ടുണ്ടോ, വോട്ടർമാരെ കൊണ്ടുവന്നിട്ടുണ്ടോ, ചെയ്യിച്ചിട്ടുണ്ടോ എന്നത് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യം പറയാം. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് എൻ്റെ വീട്ടിൽ സ്ലിപ്പ് കിട്ടിയില്ല. 10:30 മണിക്ക് സ്ലിപ്പ് കിട്ടിയില്ല. ക്യാമ്പയിൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് വീട്ടിൽ സ്ലിപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വാർഡിലെ പ്രവർത്തകരെ വിളിക്കേണ്ടി വന്നു. അപ്പോൾ രാത്രി 10:30 മണി കഴിഞ്ഞപ്പോൾ കൊണ്ടു തന്നു. അതൊരു പക്ഷേ സ്ഥാനാർത്ഥിയല്ലേ, സ്ഥാനാർത്ഥിക്കിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടും ആകാം. പക്ഷേ തൊട്ടടുത്ത വീട്ടിൽ വന്നെങ്കിൽ ഉറപ്പായും സ്ഥാനാർത്ഥി വീട്ടിൽ കൊടുക്കുമായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ കണക്ക് വെച്ചിട്ടാണെങ്കിലും നമ്മൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേരുന്നു.